ഉന്നത വിദ്യാഭ്യാസങ്ങളെ സംഘപരിവാർവൽക്കരിക്കാനുള്ള ഗവർണറുടെ നടപടികൾക്കെതിരെ എന്ന മുദ്രാവാക്യമുയർത്തി എസ്എഫ്ഐ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ ആദായനികുതി ഓഫീസ് മാർച്ച് സംഘടിപ്പിച്ചു. നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ഓറഞ്ച് അസോസിയേറ്റ്സ് ഗ്ലാസ് ആൻഡ് ഹാർഡ്വെയർ ഇപ്പോൾ കൂടുതൽ വിശാലമായ നവീകരിച്ച പുതിയ ഷോറൂമിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഓറഞ്ച് അസോസിയേറ്റ്സ് ഗ്ലാസ് ആൻഡ് ഹാർഡ്വെയർ, അണങ്കൂർ, കാസർഗോഡ്. കോൺടാക്ട് 9562666617. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ സംഘപരിവാർവൽക്കരിക്കുവാനുള്ള നടപടികളാണ് ഗവർണറുടേതെന്നാരോപിച്ച് എസ്എഫ്ഐ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാസർഗോഡ് ആദായനികുതി ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ പ്രതിഷേധമിരമ്പി. കാസർഗോഡ് ഗവൺമെന്റ് കോളേജ് പരിസരത്ത് നിന്നുമായിരുന്നു മാർച്ച് ആരംഭിച്ചത്. മാർച്ചിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. ആദായനികുതി ഓഫീസിന് മുന്നിൽ പോലീസ് ബാരിക്കേഡ് സ്ഥാപിച്ചിരുന്നുവെങ്കിലും ഇത് മറികടക്കുവാൻ പ്രവർത്തകർ ശ്രമിച്ചത് സംഘർഷത്തിനിടയാക്കി. സംഘർഷം ഒഴിവാക്കുവാൻ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. 23ഓളം പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്തു. എസ്എഫ്ഐ ജില്ലാ സെക്രട്ടറി കെ പ്രണവ് പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. കേരളത്തിന്റെ ഗവർണറായി കേരളത്തിന്റെ വിദ്യാർത്ഥികളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വിദ്യാർത്ഥി അനുകൂലമായ നിലപാടെടുത്തുകൊണ്ട് സർവകലാശാലയുടെ മുഖ്യ ഇടപെടലിന് വേണ്ടി നിങ്ങൾ നേതൃത്വം കൊടുക്കുന്നുണ്ടെങ്കിൽ, വൈസ് ചാൻസലർമാരെ സന്നദ്ധരാക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ ഞങ്ങൾ ബഹുമാനിക്കും. അല്ലെങ്കിൽ മറിച്ച് സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാൻ വിദ്യാർത്ഥി വിരുദ്ധ നിലപാടുകൾ എടുത്തുകൊണ്ട് മുന്നോട്ട് പോവാനാണ് നിങ്ങളുടെ തീരുമാനമെങ്കിൽ നിങ്ങൾ തിരുവനന്തപുരത്തിരിക്കുന്ന ആ രാജ്ഭവൻ ഉണ്ടല്ലോ, ആ രാജ്ഭവൻ വിട്ട് നിങ്ങൾ എപ്പോൾ പുറത്തിറങ്ങണമെന്ന് എസ്എഫ്ഐ തീരുമാനിക്കുന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ വേണ്ടി അറിയുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ പേരാണ് എസ്എഫ്ഐ എന്നുള്ള കാര്യം തിരിച്ചറിയണം. ജില്ലാ കമ്മിറ്റി അംഗം റോഷൻ അധ്യക്ഷത വഹിച്ചു. അഖിൽ രാജ് സ്വാഗതം പറഞ്ഞു. ഇമ്മാനുവൽ, അദിനാൻ ഉൾപ്പെടെയുള്ള നിരവധി നേതാക്കൾ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു. പ്രതിഷേധത്തിനിടെ പോലീസ് അറസ്റ്റ് ചെയ്ത പ്രവർത്തകരെ വൈകുന്നേരത്തോടെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.